പാഠം 812. മഹാനായ ഒരു അതിഥി. ഹലോ, അതെ, ആരാണ്? നമസ്കാരം സാർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ 9:38 ഓഫീസിലേക്ക് ഇറങ്ങുന്നത്. ഇന്നോ? എപ്പോഴാ? അതിനെന്താ സാർ, സാറ് വീട്ടിലേക്ക് വരുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? പിന്നെന്താ, ശരി ശരി, ഞാൻ ഭാമയോടും പറയാം. എന്തായാലും ഇങ്ങോട്ട് വരികയല്ലേ? സാറ് രാവിലത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്ന് കഴിക്കാം. ശരി സാർ. ഭാമേ, നീ ഭയങ്കര തിരക്കിലാണോ? മോഹനേട്ടൻ കണ്ടൂടെ മോനട്ടാ? നീ രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? രാവിലത്തേക്കൊന്നും ആയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇഡ്ലി ചമ്മന്തി പോയ മോനട്ടാ? പോരാ പോരാ, കുറച്ച് കാര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് രാവിലെ ഒരു അതിഥി ഉണ്ട്, എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാൾ. അതാരാ? അത് പറയാം. പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റുന്നത് പറയാം. പുള്ളിക്കാരൻ 8:45 ഇവിടെ എത്തും. ഭക്ഷണം ഇവിടെ വന്നിട്ട് കഴിച്ചാൽ മതി എന്ന് ഞാൻ വളരെയധികം നിർബന്ധിച്ചതുകൊണ്ട് ഇവിടെ വന്നിട്ട് കഴിക്കും. വരുന്ന ആരാന്ന് പറ മോനട്ടാ? തഹസിൽദാർ. ആദ്യമായിട്ടാ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്നത്. കഴിക്കാൻ ഉണ്ടാക്കുന്നത് വാക്ക് രുചിയുള്ളതായിരിക്കണം. ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒടുവിൽ മോഹനേഷന്റെ ഭാമ ഉണ്ടാക്കിയ ഭക്ഷണം വായിൽ വെക്കാൻ കൊള്ളില്ലല്ലോ എന്ന് പുള്ളിക്കാരനെ കൊണ്ടുകൂടി പറയിപ്പിക്കരുത്. എങ്കിൽ പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞാൽ മതി. അവിടെ നാമ നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടും. ഭാമേ, ഇത് തമാശയല്ല. വരുന്നയാൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. നിന്റെ കൂടെ ജോലി ചെയ്യുന്ന വിദ്യാലക്ഷ്മിയോ സത്യപാലനോ വരുമ്പോ ഉണ്ടാക്കുന്നത് പോലെ എന്തെങ്കിലും അങ്ങ് ഉണ്ടാക്കി വെച്ചാ പോരാ. നല്ല രുചിയുള്ളത് തന്നെ വേണം. സമയം 7:45. 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. സ്വന്തം ഓഫീസിൽ വരുമ്പോ എന്താ ആവേശം. എന്നെ കാണാൻ ആരെങ്കിലും വരുമായിരുന്നെങ്കിൽ കാണായിരുന്നു. ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. ഒന്ന് കൊടുക്കാമോ? ആരാണെന്ന് പറയണം. എന്റെ പേര് രാമേന്ദ്രൻ, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. കൊടുക്കാം. ഭാമേ, ഇപ്പോൾ വരും. ആരാ വന്നിട്ട്? ഏതൊരു വക്കീല. ഹലോ സത്യഭാമേ, ഞാൻ അഡ്വക്കേറ്റ് രാമേന്ദ്രനാണ്. നമസ്കാരം സാർ. ഇതെന്താ സാർ രാവിലെ? ഇന്ന് വൈകിട്ട് ഞാൻ സത്യഭാമയുടെ വീടിനടുത്ത് വരുന്നുണ്ട്. ഒരു 5:30 ആവുമ്പോ. സത്യഭാമ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഞാനിവിടെ ഉണ്ടാവും സാർ. മോഹനേഷനൊന്ന് പരിചയപ്പെടാനാണ് ഞാൻ വരുന്നത്. അതിനെന്താ സാർ, മോഹനേട്ടൻ വൈകുന്നേരം കൃത്യം 5:15 ഓഫീസിൽ നിന്ന് വരും. സാർ 5:00 വന്നോളൂ. ശരി. മോഹനേട്ടൻ അഡ്വക്കേറ്റ് രാമേന്ദ്ര സാറാ വിളിച്ചത്. ഇന്ന് വൈകുന്നേരം 5:30 സാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ 5:30 കാണുന്നില്ല. എനിക്ക് സുകുമാരൻ സ്ഥലം പോണം. ഇന്ന് ചെല്ലാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു പോയി. ഇതെന്തു വർത്താനം മോഹനേട്ടാ? എന്റെ സീനിയർ വക്കീൽ വരുമ്പോ മോഹനേട്ടൻ ഇവിടെ ഇല്ലാതെ വന്നാലോ? മോഹനേട്ടൻ എവിടെ പോയിന്ന് ചോദിക്കില്ലേ? രാമചന്ദ്രൻ വക്കീൽ വരുന്നത് നിന്നെ കാണാനാണ്. നിന്നെ കാണാൻ ഒരാൾ വരുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? എന്നെ മാത്രം കാണാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. കോടതി വെച്ച് എന്ന് കാണുന്നല്ലേ. ഇന്നിപ്പോ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ രണ്ടുപേരെയും കാണാൻ വേണ്ടിയാ. രാമചന്ദ്രൻ വക്കീലിന് എന്നെ കാണേണ്ട കാര്യം എന്താണ്? വില്ലേജ് ഓഫീസിലെ വല്ല കാര്യത്തിനുമാണെങ്കിൽ ആഫീസിൽ വരാൻ പറയണം. ആഫീസ് കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചർച്ച ചെയ്യാറില്ല. ഇത് വളരെ മോശമാണ് മോനേട്ടാ. വീട്ടിൽ ഒരാൾ വരുമ്പോ മോഹനേട്ടൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാലോ? എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? സുകുമാരൻ ചേട്ടന്റെ 30 സെന്റ് ഇന്ന് നടക്കണം. ഇന്ന് തന്നെ അളന്നില്ലെങ്കിൽ ഞാൻ 30 സെന്റ് എഴുതിട്ട് ഓടിക്കളയോ? മോഹനേട്ടാ, വൈകിട്ട് 5:30 ആകുമ്പോ രാമേന്ദ്ര സാർ വരും. മോഹനേട്ടൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഞാനിവിടെ ഉണ്ടാവില്ല. എന്നെ കാണാനാണ് വരുന്നതെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞേക്ക്.
നല്ല ഒന്നാം തരം അവസരമായത്. മിനിങ്ങാൻ എന്നോട് ചെയ്തതിന് വില്ലേജ് ഓഫീസിൽ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ സമയം. മോഹനേട്ടാ, ഒരു തഹസിൽദാരൊക്കെ നമ്മുടെ വീട്ടിൽ വരിക എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയല്ലേ? ഈ പ്രദേശം ഏതെങ്കിലും ഒരു വീട്ടില് തഹസിൽദാർ ഇതുവരെയായിട്ട് വന്നിട്ടുണ്ടോ? അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്ന്. തഹസിൽദാരെ പോലൊരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ ഒരു കുറവും വരുത്താൻ പാടില്ല. മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ മോഹനേട്ടന്റെ മേലധികാരിയായ തഹസിൽദാർ വീട്ടിൽ വരുന്നത് മോഹനേട്ടന് ഭയങ്കര സന്തോഷം തരുമായിരിക്കും അല്ലേ? എന്താ സംശയം? ഈ താലൂക്കിലുള്ള ഏതെങ്കിലും വില്ലേജ് ഓഫീസറെ വീട്ടിൽ തഹസിൽദാർ പോയിട്ടുണ്ടോ? ഇല്ല. അതാണ് മോഹനേട്ടൻ സാറിന്റെ പ്രത്യേകത. ഞാൻ വലിയ വില്ലേജ് ഓഫീസർ ഒന്നും അല്ല, ഒരു പാവം വക്കീല. പക്ഷെ മോഹനേട്ടൻ്റെതുപോലുള്ള സന്തോഷങ്ങളൊക്കെ എനിക്കും ഉണ്ടാവില്ലേ? മനസ്സിലായില്ല. മിനിങ്ങാന്ന് അഡ്വക്കേറ്റ് രാമേന്ദ്രൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നിയതും അതുപോലൊരു സന്തോഷമായിരുന്നു. അത്രയും സീനിയറായ ഒരു അഡ്വക്കേറ്റ് എന്റെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമാണോ? സംഭവം കേട്ടപ്പോ മുതൽ ബാക്കി വക്കീലന്മാർക്കൊക്കെ എന്നോട് അസൂയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? മോഹനേട്ടൻ അതിന് പാര വെച്ചു. എനിക്കത് സമയമില്ലാത്തതുണ്ടല്ലേ? സമയമില്ലാന്ന് മോഹനേട്ടൻ പറഞ്ഞത് പച്ചക്കള്ളാന്ന് എനിക്കറിയാം. അഥവാ സമയം ഇല്ലെങ്കിൽ തന്നെ സമയം ഉണ്ടാക്കണമായിരുന്നു മോഹനേട്ടാ. വീട്ടിലൊരു പ്രധാനപ്പെട്ട അതിഥി വരുമ്പോ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാറില്ലേ? വീട്ടിലൊരാൾ വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റുമോ? അതൊന്നും ശരിയല്ല. ജോലിയാണ് ഏറ്റവും പ്രധാനം. അതെ, അത് വളരെ സത്യമാണ്. ജോലിയാണ് ഏറ്റവും പ്രധാനം. ഇന്ന് 9 മണിക്ക് എനിക്കൊരാൾ ഓഫീസിൽ പോയി കാണേണ്ട കാര്യമുണ്ട്. ഏറ്റവും പ്രധാന ജോലി ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ റെഡി ആവാൻ പോവാണ്. കൃത്യം 8:30 തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിരിക്കും. തഹസിൽദാരെ മോഹനേട്ടൻ ഒറ്റയ്ക്ക് അങ്ങ് സ്വീകരിച്ചാൽ മതി. നീ അങ്ങനെ പോയാലെങ്ങനെയാ? തഹസിൽദാർ വരുമ്പോ നീ എവിടെയും ചോദിക്കില്ലേ? തഹസിൽദാർ വരുന്ന മോഹനേട്ടനെ കാണാനല്ലേ? മോഹനേട്ടനെ കാണാൻ ഒരാൾ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ മോഹനേട്ടാ. എന്നെ മാത്രം കാണാനാണെങ്കിൽ താലൂക്ക് ഓഫീസ് വെച്ച് മിക്കവാറും എന്നെ കാണുന്നതല്ലേ. ഇതിപ്പോ ഇവിടെ വരുന്നത് നമ്മളെ രണ്ടുപേരെയും കാണാനാണല്ലോ. തഹസിൽദാർ എന്നെ കാണേണ്ട കാര്യമില്ലല്ലോ മോഹനേട്ടാ. എന്തെങ്കിലും കേസിന്റെ കാര്യത്തിലാണെങ്കിൽ വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഞാൻ കേസിന്റെ കാര്യങ്ങൾ വീട്ടിൽ വെച്ച് കേൾക്കാറില്ല. ഭാമേ, നീ പ്രതികാരം ചെയ്യുകയാണ്. ഞാൻ മെനിയാന്ന് സുകുമാരൻ ചേട്ടന്റെ പെരേട അളക്കാൻ പോയതിന് നീ വാശി തീർക്കുന്നത് ശരിയല്ല. അതെ, വാശി തന്നെയാണ്. പക്ഷെ മോഹനേട്ടാ, വാശി തീർക്കാൻ നമുക്ക് ഒരു അവസരം കിട്ടുമ്പോ അത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ലേ? ഞാൻ എന്തായാലും തഹസിൽദാർ വരുന്നതിന് മുന്നേ ഇവിടുത്തെ സ്ഥലം വിട്ടിരിക്കും. പക്ഷെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഒരു ചായെങ്കിലും കൊടുക്കണ്ടേ? ചായ ഇവിടെ തീർന്നു പോയെന്ന് പറ മോഹനേട്ടാ. അല്ലെങ്കിൽ മോഹനേട്ടന്റെ രീതിയിൽ ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നങ്ങ് പറഞ്ഞു. ഭക്ഷണം ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് ഞാനാണ് തഹസിൽദാരോട് പറഞ്ഞത്. ഇനി ഇവിടെ വരുമ്പോ കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഞാൻ എന്ത് ന്യായം പറയും? അതിനാണോ മോഹനേട്ടാ പ്രയാസം? കൃഷ്ണൻകുട്ടി ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ എന്ത് വേണമെങ്കിലും ഇവിടെ കൊണ്ടു തരില്ലേ? നല്ല 1 തരം അപ്പം മുട്ടക്കറി കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. എന്നിട്ട് അതല്ല മോഹനേട്ടൻ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞോളൂ. വീട്ടിലൊരാൾ വരുമ്പോ ചായ കിടന്നാണോ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നത്? വേറെ ഒരു വഴിയില്ലല്ലോ മോഹനേട്ടാ. ഞാനായിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കില്ല. 15 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. ഇത് മോശമാണ്. വരുന്ന തഹസിൽദാരാണ്. തഹസിൽദാരെന്നല്ല, സാക്ഷാൽ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാലും ഇന്ന് ഞാൻ ഇവിടുന്ന് പോയിരിക്കും. ഇന്ന് എനിക്ക് കിട്ടിയ അവസരം ദൈവമായിട്ട് കൊടുത്തന്നതാ. അല്ലെങ്കിൽ ഇന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തഹസിൽദാർക്ക് തോന്നുമായിരുന്നു. മോഹനേട്ടന്റെ ഇഷ്ടത്തിന് മറ്റുള്ളവരെ ഇങ്ങനെ പന്ത് തട്ടുമ്പോ മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രയാസം എന്താന്ന് മോഹനേട്ടൻ മനസ്സിലാവുന്നില്ല. ഒരു പ്രാവശ്യം അത് മനസ്സിലായി കഴിയുമ്പോ പിന്നെ മോഹനേട്ടൻ അങ്ങനെ ചെയ്യില്ല. എന്തായാലും നീ പോയാൽ സമ്മതിക്കില്ല. വെറുതെ വാശി പിടിക്കണ്ട മോഹനേട്ടാ. ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവും. അതെന്നെക്കാൾ നന്നായിട്ട് മോഹനേട്ടൻ അറിഞ്ഞൂടെ? നീ പോണെന്ന് കാണണമായിരിക്കും. സാറേ,
നമസ്കാരം സാർ. നമസ്കാരം. രാവിലെ സാറിന് തിരക്കാണോ? ആ അതെ. സാറേ സാറേ എന്താ? സാറേ എന്താ? അല്ല സാറെന്താ ഒന്നും മിണ്ടാതെ പോയത്? ഉത്തമൻ എന്നോട് ചോദിച്ചെന്താ തിരക്കാണോ? ഞാനതിന് ഉത്തരം പറഞ്ഞു. പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അല്ല സാറേ, സാർ രാവിലെ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്താണ് സാറേ കാര്യം? എങ്ങനെ ദേഷ്യപ്പെടായിരിക്കും ഉത്തമ? കൃത്യം 8:45 ആകുമ്പോ തഹസീൽദാർ ഇവിടേക്ക് വരും. തഹസീൽദാരോ? വീട്ടിലോട്ടാ? അല്ല അതിന് സാറ് ദേഷ്യപ്പെടേണ്ട കാര്യം തോന്നുന്നു. തഹസീൽദാരൊക്കെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ? എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഭാമ ആ അവസരം മുതലെടുത്ത് എന്നെ നാണം കെടുത്താൻ നോക്കുന്നു. അതെന്ത് സാറേ പ്രശ്നം? സെഷൻസ് കോടതിയിലെ ഒരു കൊടിയേറ്റിയ വക്കീലുണ്ടല്ലോ, അഡ്വക്കേറ്റ് രാമേന്ദ്രൻ. അദ്ദേഹത്തിന് ഭാമ വലിയ കാര്യമാണ്. മെനിങ്ങാന്ന് ഇതുവഴി പോകുന്നുണ്ട്, വൈകുന്നേരം ഇങ്ങോട്ട് കയറാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഭാമ എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വൈകിട്ട് സുകുമാരൻ ചേട്ടന്റെ സ്ഥലം അടക്കാൻ പോണോന്ന്. അതിന്റെ പേരിൽ അവളന്ന് കുറെ വഴക്കുണ്ടാക്കിയതാ. ഞാൻ എന്തായാലും സ്ഥലം അടക്കാൻ പോയി. ഞാനില്ലാത്തത് കൊണ്ട് രാമേന്ദ്രൻ സാർ വന്നതും ഇല്ല. ഇന്ന് ഇപ്പോ തഹസീൽദാർ വരുന്ന കാര്യം പറഞ്ഞതോടെ ഭാമ പഴയ കാര്യത്തിന് പ്രതികാരം ചെയ്യാൻ പോവാ. അവക്ക് ഇപ്പൊ തന്നെ വക്കീൽ ഓഫീസ് പോണം. തഹസീൽദാർ വരുമ്പോ ഭാമയില്ലെങ്കിൽ എന്നെ മാനം പോലും ഉത്തമ. ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ സാറേ എന്ന് ഞാൻ പറഞ്ഞും പോയി. ഭാമ ഇപ്പൊ പറയുന്നത് അവക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞ സാറ് പെട്ടു. പെട്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? സാറേ തഹസീൽദാരെ വിളിച്ചിട്ടെ എന്തെങ്കിലും അസൗകര്യം പറഞ്ഞാലാ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഉത്തമ. അതുകൊണ്ട് എന്റെ മാനം പോവില്ലേ? ഉത്തമ, ഇതാണ് ഞാൻ ഉത്തമനോട് പറയുന്നത്. ഒരിക്കലും കല്യാണം കഴിക്കരുതെന്ന്. ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം എപ്പോഴും ഇങ്ങനെ നമ്മളെ കുഴി ചാരിച്ചോണ്ടിരിക്കും. ഉത്തമനാണെങ്കിൽ ഇപ്പോ മനസ്സമാധാനം ഉണ്ടല്ലോ. സാറേ സാറിന് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുരുഷോത്തമന്റെ സ്ഥലത്തിന്റെ അതിരൊന്ന് തിരിച്ചു കൊടുക്കാമോ എന്നവൻ ചോദിച്ചു. ഇന്നിനിപ്പോ എന്തായിരുന്നാലും നടക്കൂലല്ലോ, തഹസീൽദാർ വരെയല്ലേ. ഇനിയിപ്പോ ഞാൻ പോയിട്ട് വൈകുന്നേരം എങ്ങാനും വരാം. പിന്നെ സാറേ എന്തെങ്കിലും ചെയ്ത് വക്കീലിനെ കൂടെ നിർത്തുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ ജന്മത്ത് സാറിന് അന്തസ്സായിട്ട് താലൂക്ക് ഓഫീസിലോട്ട് കയറി ചെല്ലാൻ പറ്റൂല. ഉത്തമ, ഓഫീസർ എന്ത് പറഞ്ഞു? തഹസീൽദാർ വരുന്നു എന്ന് പറഞ്ഞപ്പോ വക്കീല് ധൃതി പിടിച്ച് ഏതോ കക്ഷിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു. മെനിയാന്ന് വക്കീലിനെ കാണാൻ ആരോ വരുന്നു എന്ന് പറഞ്ഞപ്പോ സാറ് സുകുമാര ചേട്ടന്റെ സ്ഥലം അളക്കാൻ പോയതിലുള്ള വാശി തീർക്കുകയാണ് വക്കീല് എന്നും പറഞ്ഞു. അതെ, അത് വാസ്തവം തന്നെയാണ്. മിനിങ്ങൻ എന്നെ കാണാൻ വരായിരുന്നതേ വേറെ ആരുമല്ല, അഡ്വക്കേറ്റ് രാമേന്ദ്ര സാറാ. രാമേന്ദ്ര സാർ വരുന്നു എന്ന് പറഞ്ഞ പാടെ അതുവരെ ഒരു അത്യാവശ്യം ഉണ്ടാവാതിരുന്ന മോഹനേട്ടൻ ഒറ്റ നിമിഷം കൊണ്ട് ഒരാവശ്യം പറഞ്ഞുണ്ടാക്കി രാമേന്ദ്ര സാറിന്റെ വരവ് മുടക്കി. മിനിങ്ങാന്ന് ഞാൻ അനുഭവിച്ച സങ്കടത്തിനൊരു പ്രതികാരം ചെയ്യാൻ ദൈവമായിട്ട് എനിക്കൊരു അവസരം തരുമ്പോ ഞാൻ എങ്ങനെയാണ് ഉത്തമ അത് ഉപയോഗിക്കാതിരിക്കെ? പക്ഷേ വക്കീല് തഹസീൽദാർ വരുമ്പോഴേ വക്കീൽ ഇവിടെ ഇല്ലാതിരിക്കുന്ന മോശമല്ലേ? ആണ്, പക്ഷേ സ്ഥലം വിടുന്നതാണ് ബുദ്ധി എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ ഞാൻ സ്ഥലം വിടുന്നത്. അല്ല എന്നാലും വക്കീല് ഉത്തമ, പലതരത്തിലുള്ള പ്രതികാരം ഞാൻ ആലോചിച്ച് നോക്കിയതാണ്. ഒന്നാമതായിട്ട് തഹസീൽദാർ ഇവിടുന്ന് കാപ്പി കുടിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. തഹസീൽദാർ വരുമ്പോ എനിക്ക് വേണമെങ്കിൽ കാപ്പി ഉണ്ടാക്കാതിരിക്കാം. കാപ്പി ഇവിടുന്ന് കഴിക്കാന്ന് മോഹനേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പോ ഒന്നും ഉണ്ടാവാതിരുന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ നാണം കെടൂലേ? പക്ഷേ ആ പ്രതികാരം കുറച്ച് കടന്നു പോകും. വീട്ടിലൊരാൾ വരുമ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമത്തെ വഴി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുക, പക്ഷെ അത് വായി വെക്കാൻ കൊള്ളാത്തതായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് വലിയ ഓഫീസർ രക്ഷപ്പെട്ട് കളയും. അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് സ്ഥലം വിടുക എന്നുള്ളതല്ലേ? ഇപ്പൊ ഇതില് അഭിപ്രായം പറഞ്ഞാൽ ശരിയാവൂല. അല്ല കുറച്ച് കഴിയുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് ഒന്നാവും. എന്നാലും വക്കീൽ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ബുദ്ധി അല്ലെന്നാണ് എന്റെ അഭിപ്രായം. ഇത് ബുദ്ധിയുടെ പ്രശ്നം അല്ലല്ലോ ഉത്തമ, പ്രതികാരമാണ് പ്രശ്നം. പ്രതികാരം വേറെ വഴിക്കും ചെയ്യാമല്ലോ, അതും വക്കീലിന് ഗുണമുള്ള രീതിയിൽ. ഗുണമുള്ള രീതിയിലോ? വക്കീലെ ഇപ്പൊ സാറ് ഒരു കെണിയിൽ പെട്ടു. തഹസീൽദാർ വരുമ്പോ മാന രക്ഷിക്കുന്നതിന് വേണ്ടി വക്കീല് പറയുന്നത് എന്തും കേൾക്കാൻ സാറ് തയ്യാറാവും അല്ലേ? അപ്പൊ പിന്നെ ഈ അവസരം ആ രീതിയിൽ ഉപയോഗിച്ചൂടെ? അതാവുമ്പോ വക്കീലിന് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും.
ഉത്തമൻ ആ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ. ഈ ബുദ്ധി എനിക്കെന്താ നേരത്തെ തോന്നുന്നത്? അതിപ്പോ വക്കീൽ ഇപ്പൊ ഭയങ്കര ഒരു വക്കീലല്ലേ, ഇതുപോലത്തെ ചെറിയ ബുദ്ധിയൊന്നും തോന്നൂലല്ലോ. വക്കീലിന് വലിയ വലിയ ബുദ്ധിയല്ലേ തോന്നൂ. ആ പിന്നെ ഒരു കാര്യം, ഈ ചെറിയ ബുദ്ധി പറഞ്ഞു തന്നത് ഞാനാണെന്ന് ദൈവത്തെയോർത്ത് മോഹനേഷ് സാറിന്റെ അടുത്ത് പറയരുത്. അറിഞ്ഞു കഴിഞ്ഞ സാറിന്റെ വലിയ ബുദ്ധി കൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റൂല. ഞാനൊരു പാവമാണ്. ഉത്തമൻ അത്ര പാവമൊന്നുമല്ല. എന്നാലും ഈ ബുദ്ധി ഞാനൊന്ന് പ്രയോഗിച്ചു നോക്കട്ടെ. നന്ദി ഉത്തമ. ശരി, ഓക്കെ. ഉത്തമ, എന്ത്? നന്ദിയല്ല, നന്ദി നന്ദി നന്ദി. നന്ദിയൊക്കെ കൊള്ള. എന്റെ കാര്യം മന്തിയാടാവാതിരുന്നാ മതി. ഇവരുടെ കാര്യമായതുകൊണ്ട് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല. അയ്യോ, എന്റെ ചുരിദാർ അവിടെ. ഓ കൊള്ളാം. അതെ, ഇത് ചുരുട്ടിക്കുട്ടി എന്റെ അടിയിലിട്ടിരുന്നില്ല. ആ കൊടി കത്തിക്ക് പറഞ്ഞിട്ടായിരുന്നു മോനട്ടാ. ഇതുകൊണ്ടൊന്നുമേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു ചുരിദാറിടും. എന്തായാലും തകസ്ഥാൻ വരുമ്പോ ഞാനിവിടെ ഉണ്ടാവൂല. അങ്ങനെ പറയരുത്. ഇത് നീ പറയുന്ന പോലെ നിസ്സാര കാര്യമല്ല. ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടല്ലേ തഹസിൽദാർ വരുന്നത്. വിളിച്ചപ്പോ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി. ഇനി സാറ് വരുമ്പോ നീ ഇവിടെ ഇല്ലെങ്കിൽ എന്താ കരുതുക? തഹസിൽദാർ വരുന്നു എന്നറിഞ്ഞിട്ട് നീ പോയി, ഞാൻ പറഞ്ഞൊന്നും നീ അനുസരിക്കില്ല എന്ന് കരുതില്ലേ? മോഹനട്ടൻ പറയുന്നത് ഒരുപാട് അനുസരിച്ച് പോകുന്നതിന്റെ ദോഷമല്ലേ മോഹനട്ടൻ എനിക്ക് പറ്റുന്ന ഇപ്പോഴും. ഇനി ആ പരിപാടിക്ക് ഞാനില്ല. അങ്ങനെ പറയരുത്. മെനിയാത് രാമേന്ദ്രൻ സാർ വരാന്ന് പറഞ്ഞപ്പോ ഞാൻ സുകുമാരൻ ചേട്ടന്റെ പരിപാടി അളക്കാൻ പോയത് മോശമായി പോയി. ഞാനത് സമ്മതിച്ചു. അങ്ങനെ അങ്ങ് സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ലല്ലോ. എനിക്കുണ്ടായ പ്രയാസത്തിന് എന്താണ് പരിഹാരം അത് പറ. അതിന് മാത്രം പ്രയാസം ഉണ്ടായോണ്ടോ? ഇല്ല. ആര് പറഞ്ഞു? എനിക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായി. ആ പ്രയാസത്തിന് വ്യക്തമായ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാതിരിക്കാം. നിനക്കെന്താ വേണ്ടത്? ആ ഒരു കാര്യം ചെയ്യാം. ഇന്ന് വൈകുന്നേരം വരുമ്പോ 2 ജിലേബി മേടിച്ചിട്ടുണ്ട്. അയ്യടാ, ജിലേബിലൊന്നും ഇത് തീരൂല. 2 നെയ്യപ്പായാലോ? ഇതെന്തോ വാഴക്കപ്പോ? ഞാൻ എന്തോന്ന് മോനട്ടാ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ നെയ്യപ്പോ ജിലേബി വാഴക്കപ്പോ കഴിക്കാനായിട്ട്? എനിക്ക് വേണ്ടത് വേറൊരു കാര്യമാ. എന്താ? രാമേന്ദ്ര സാർ വരാന്ന് പറഞ്ഞപ്പോ ഉടക്കിട്ടതുപോലെ വേറൊരു വൃത്തികേടും മോനട്ടം കാണിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം കണ്ടാ മതി. അയ്യോ, ഇന്നലെ രാവിലെ നമ്മൾ ഒരു കാര്യം സംസാരിച്ച് വഴക്കുണ്ടാക്കിയത് ഓർക്കുന്നുണ്ടോ? എന്ത് കാര്യം? ഒന്ന് ഓർത്തു നോക്ക്. ഇന്നലെ ആഫീസിൽ പോവാൻ നേരം ഞാൻ മോഹനട്ടനോട് കാര്യം പറഞ്ഞു. അതിന് മോഹനട്ടൻ പറഞ്ഞ മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാന്ന് മോഹനട്ടൻ തീരുമാനിക്കും. മോഹനട്ടാ, അടുത്ത ഞായറാഴ്ച നമുക്ക് വിദ്യാലക്ഷ്മിയുടെ വീട് വരെ ഒന്ന് പോയല്ലോ? എന്തിന്? കൊള്ളാം. അവള് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് മാസം 6 ആയി. ഇതുവരെയായിട്ട് നമ്മൾ അവിടം വരെ ഒന്നും പോയിട്ടില്ലല്ലോ മോനട്ടാ. വക്കീൽ ഓഫീസിലുള്ള സകലരും അവിടെ ചെന്നു. ഞാൻ മാത്രം എന്താ വരാത്തെന്ന് അവൾ എന്നോട് എപ്പോഴും ചോദിക്കും. നീ എന്താ പോകാത്തത്? ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതിയോ മോനട്ടാ? മോഹനട്ടനോട് വരണ്ടേ? ഒരു 10 പ്രാവശ്യമെങ്കിലും ഇതിനിടെ ഞാൻ മോഹനട്ടനോട് കാര്യം പറഞ്ഞു. ഓരോ പ്രാവശ്യം പറയുമ്പോഴും മോനട്ട് ഓരോരോ ന്യായങ്ങൾ പറയും. ഈ ഞായറാഴ്ച നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ലല്ലോ, നമുക്ക് പോവാം. ഈ ഞായറാഴ്ച എനിക്ക് വേറെ പരിപാടി ഒന്നുമില്ലെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോകണമെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയാൽ മതി. അമ്മേ, നീ ഇങ്ങനെ അവസരം മുതലെടുക്കുന്നത് ശരിയല്ല. ഞാനൊരു കാര്യം പറയുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാകും എന്ന് കൂടി നീ ആലോചിക്കണമായിരുന്നു.
ഈ കാര്യങ്ങൾക്കൊന്നും ഒരു കാരണമില്ല മോനട്ടാ. വിദ്യാലക്ഷ്മി പുതിയ വീട് വാങ്ങിയിട്ട് മാസം 6 ആയി. ഞങ്ങളോട് ജോലി ചെയ്യുന്ന സകലരും കുടുംബസമേതം വിദ്യയുടെ വീട്ടില് ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട്. ഞാൻ മാത്രമാണ് പോവാതിരിക്കുന്നത്. അതിനെന്ത് കാരണം മോനട്ടാ പറയാനുള്ളത്? സമയം കിട്ടാത്തോണ്ടല്ലേ? ആ നമ്പർ ഇനി ഇവിടെ വില പോവില്ല മോനട്ടാ. എനിക്ക് ഈ വിഷയത്തിൽ ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ എന്റെ കൂടെ വരാൻ മോഹനേട്ടൻ തയ്യാറാണോ അല്ലയോ? എന്ന് കുറച്ച് ദിവസം കഴിയട്ടെ. ഈ കുറച്ച് ദിവസം കഴിയുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് എന്നാണ് എന്ന് ഇപ്പൊ പറയണം. അടുത്ത ഞായറാഴ്ച. അപ്പൊ ഇത്ര പെട്ടെന്നൊക്കെ? അയ്യോ, അമേരിക്കക്ക് പോകുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളു വിദ്യയുടെ വീട്ടിലേക്ക്. അടുത്ത ഞായറാഴ്ച രാവിലെ പോവാം. ഉച്ചൂണ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോരാ. സമ്മതിച്ചോ? എനിക്ക് ശരി, അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് പോയിക്കോളാം. അങ്ങനെ പോലെ എങ്ങനെയാ? എന്ന് ഞായറാഴ്ച നീ പറഞ്ഞല്ലോ. അപ്പൊ ഈ വരുന്ന ഞായറാഴ്ച ഞാൻ സമ്മതിച്ചു. വെറുതെ പോയാ പോരാ. ആദ്യമായിട്ടൊരു പുതിയ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോ കൈയും വീശൊന്നും കയറി ചെല്ലാൻ പറ്റില്ല മോനട്ടാ. പിന്നെ കൈ കെട്ടി വെച്ചോ അങ്ങ് പോവാ. അയ്യോ, തമാശിച്ചതാ. അവക്ക് എന്തായാലും പ്രസന്റേഷൻ വാങ്ങിച്ചിട്ട് പോണം. അതിനൊന്നും ആവശ്യമില്ല മാമേ. അയ്യോ, ആവശ്യമുണ്ട് മോനേട്ടാ. 1000 രൂപയിൽ കുറയാത്ത എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങണം. 1000 രൂപയോ? സമ്മതമല്ലേക്ക് പറഞ്ഞു. ഞാനിതാ ഇപ്പൊ ഓഫീസ് പോകാൻ റെഡി ആയിക്കോളാം. അപ്പൊ ശരി. മോഹനേട്ടൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണെന്ന് എനിക്കറിയാലോ. മോഹനേട്ടനെ വിശ്വസിച്ച് ഞാനിതാ പാചകത്തിലേക്ക് കിടക്കുന്നു. തഹസിൽദാർ വരുമ്പോ സകല സാധനങ്ങളും ഇവിടെ റെഡി ആയിരിക്കും. ശരി, മോഹനേട്ടനെ അപ്പുറത്ത് ഒരു കുറച്ച് റെസ്റ്റ് എടുത്തു. പൊക്കോ 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 പൊക്കോ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി വില്ലേജ് ഓഫീസറെ വിരട്ടി ഒരു കാര്യം നേടി. വഴിയില് വണ്ടി നിർത്തി ഡ്രൈവർ എന്റെ അടുത്താണ് വഴി ചോദിച്ചത്. അതിനെന്താ, വരട്ടെ. എന്റെ ജോലിയല്ല ഞാൻ എപ്പോഴേ തീർത്തു വെച്ചിരിക്കുക. ഹലോ, അതെ ഉത്തമനാണ്. ശശി, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടേ. ഒരു 15 മിനിറ്റിൽ അവിടെ എത്തും. നീ വീട്ടിൽ തന്നെ കാണുമല്ലോ അല്ലേ? ശരി ശരി ശരി. അതെ, ഈ വില്ലേജ് ഓഫീസർ മോഹൻ സാറിന്റെ വീട് എവിടെയാ? തഹസീൽദാർ ഇത്ര പെട്ടെന്ന് എത്തിയോ? അറിയോ? പിന്നെ നേരെ പോയി ആദ്യം ഇടത്തോട്ടൊരു വഴിയെ ഒരു 1/2 കിലോമീറ്റർ പോകണം. ഇടത്തോട്ടൊരു മൺപാതയുണ്ട്. അതുവഴി നേരെ പോയാൽ മതി. ഏറ്റവും അവസാനത്തെ വീടാ. ഓ ശരി. വക്കീലിന്റെ തന്ത്രങ്ങൾ ഏതുവരെ ആയെന്നൊന്ന് നോക്കാം. എന്തായാലും ആള് വന്നു എന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ഹലോ ഹലോ, സാറാണോ? സാറേ, തഹസീൽദാർ അങ്ങോട്ട് വന്നിട്ടുണ്ടേ. വഴിയില് വണ്ടി നിർത്തി ഡ്രൈവർ എന്റെ അടുത്താണ് വഴി ചോദിച്ചത്. ഞാൻ കൃത്യമായി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് എത്തും. ശരി, ഉത്തമം വിളിച്ചെന്തായാലും നന്നായി. ശരി സാറേ. തഹസിൽദാർ എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തിയില്ല, വന്നോണ്ടിരിക്കുക. വഴിക്ക് വെച്ച് ഉത്തമനെ കണ്ടെന്ന് പറഞ്ഞ് ഉത്തമ ഫോൺ ചെയ്തു. ഒരു 5 മിനിറ്റ് ഇവിടെ എത്തുന്നതാണ് ഉത്തമം പറഞ്ഞത്. അതിനെന്താ, വരട്ടെ. എന്റെ ജോലിയല്ല ഞാൻ എപ്പോഴേ തീർത്തു വെച്ചിരിക്കുക. നല്ല 1 അപ്പം കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തഹസിൽദാർ വന്നു കഴിയുമ്പോ ഒരു ചായ കൂടെ അങ്ങോട്ട് ഉണ്ടാക്കാം പോരെ? മതി. എന്റെ ഷർട്ട് മുടക്കം വെച്ചോ. ഇതല്ലേ ഇരിക്കുന്നേ. തൃപ്തിയായോ? പിന്നെ മോനട്ടാ, ഞാൻ എത്ര ആലോചിച്ചിട്ട് ഒരു കാര്യം അങ്ങ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഈ വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോകുമ്പോ നമ്മൾ എന്താ വാങ്ങിച്ചോണ്ട് പോവാ? 2 ദിവസം ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. അങ്ങനെ അങ്ങ് ആലോചിച്ചാ പോരല്ലോ. ഇന്നത്തെ പ്രത്യേക സാഹചര്യം കൊണ്ടാണല്ലോ വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോകാമെന്ന് മോഹനേട്ടൻ സമ്മതിച്ചു. ഈ സാഹചര്യം അങ്ങ് മാറിക്കഴിയുമ്പോ മോഹനേട്ടൻ എങ്ങനെയാ പെരുമാറുക നമുക്ക് പറയാനേ പറ്റില്ല. അതുകൊണ്ട് വിദ്യാലക്ഷ്മി കൊടുക്കാനുള്ള സമ്മാനം എന്താണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്കാം. ആവശ്യമില്ല. അയ്യോ, ഉണ്ട് മോഹനേട്ട, ഉണ്ട്. മോഹനേട്ടൻ ഇപ്പൊ തോന്നുന്നുണ്ടാവും കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയല്ലോ, ഇനിയിപ്പൊ ഞാൻ പറയുന്ന ഒന്നും കേട്ടില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന്. അത് വെറുതെയാ മോഹനേട്ടാ. തഹസിൽദാർ ഇവിടുന്ന് പോകുന്നവരെ മോഹനേട്ടാ സംഗതി റിസ്ക് ആണ്.
ഞാൻ എപ്പോൾ എന്താ പറയുക എങ്ങനെ പെരുമാറുക എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഏതാ പിന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അച്ചോ, ഇത് ഭീഷണിയൊന്നുമല്ല മോഹനട്ടാ. എന്റെ വളരെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഓരോരോ പൊടിക്കൈകൾ, അത്രേ ഉള്ളൂ. പറ 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 പറ, വിജയലക്ഷ്മിക്ക് നമ്മൾ എന്താ വാങ്ങുക? ഒരു ആനയെ വാങ്ങി കൊടുക്കാം. തമാശ കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ കൂടെ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് അങ്ങനെ നടക്കും. നിക്ക്, അങ്ങനെ പോയാൻ പറ്റില്ലല്ലോ. വിജയലക്ഷ്മിക്ക് എന്താ വാങ്ങി കൊടുക്കാൻ പോകുന്നത്? അങ്ങനെ അങ്ങ് പറഞ്ഞാ പോരല്ലോ, കൃത്യമായിട്ട് പറയൂ. എന്താ വേണം നീ തീരുമാനിക്ക്. അവന് തീർന്നല്ലോ പ്രശ്നം. സത്യം ചെയ്. സത്യം. കയ്യിലടിച്ച് സത്യം ചെയ്. സത്യം. സത്യം. ഇനി മോഹനയുടെ വാക്ക് മാറില്ല, അത് എനിക്കറിയാം. ദാ പെട്ടെന്ന് തന്നെ തേച്ചു വെച്ചിരിക്കുന്ന ഷർട്ട് പൊട്ടിട്ടുണ്ട്. വാ, വലിയ ഓഫീസറുടെ സ്റ്റൈൽ പോലെ തകസാരി കാണണ്ട. തഹസീൽദാർ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് തഹസീൽദാർക്ക് ചായ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. രാമേന്ദ്ര സാറ്, എന്താ സത്യഭാമ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? അല്ല, ഒരു മുന്നറിയിപ്പില്ലാതെ സാർ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ... മുന്നറിയിപ്പില്ലാതെയോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം മോഹനേഷിനെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. സത്യഭാമയോട് മോഹനേഷൻ തന്നെ പറഞ്ഞോളാന്നും പറഞ്ഞു. അല്ല, അപ്പൊ സാറായിരുന്നു ഇങ്ങോട്ട് വിളിച്ചത്? അതെ. അല്ല, മോഹനേഷൻ പറഞ്ഞില്ലേ? ആ, പറഞ്ഞു. പക്ഷെ തഹസിൽദാരോ? അല്ല, തഹസിൽദാർ ഇടയ്ക്കിടയ്ക്ക് മോഹനേട്ടനെ വിളിക്കുമല്ലോ. ഞാൻ കരുതിയത് തഹസിൽദാരായിരിക്കും വിളിച്ചതെന്നാ. സാറ് വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് കരുതിയപ്പോ മോഹനേഷൻ എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് നേരത്തെ ഏറ്റ എന്തോ ജോലി തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാ ഇവിടെ കാണില്ല എന്ന് പറഞ്ഞതെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. മോഹനേട്ടനോ? ആ, അന്ന് ഞാൻ വരാതിരുന്നത് സത്യഭാമയ്ക്ക് വലിയ പ്രയാസമായി. ഇനി സമയം കിട്ടുമ്പോ നിർബന്ധമായും വരണമെന്ന് മോഹനേഷൻ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ സൗകര്യം കിട്ടി. അപ്പോ തന്നെ ഞാൻ മോഹനേഷനെ വിളിച്ച് പറയുകയും ചെയ്തു. അല്ല, മോഹനേഷൻ എവിടെ? മോഹനേട്ടൻ അകത്തുണ്ട്. സാർ കയറിയിരിക്കും. ഞാൻ മോഹനേട്ടനെ വിളിക്കാം. വരൂ. തഹസിൽദാർ എന്തു പറഞ്ഞു? തഹസിൽദാർ ഒന്നും പറഞ്ഞില്ലേ? തഹസിൽദാർക്ക് ചായ കൊടുക്കണ്ടേ? തഹസിൽദാർ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് തഹസിൽദാർക്ക് ചായ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മോഹനേട്ടാ, വരുന്നത് രാമേന്ദ്ര സാറാണെന്ന് മോഹനേട്ടൻ പറയാതിരുന്നത് എന്താ? ഞാൻ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയുള്ള ഞാൻ സുകുമാരൻ ചേട്ടനോട് സ്ഥലമളക്കാം ചെല്ലാം എന്ന് പറയുമ്പോ ആ വാക്കു പാലിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അന്ന് വൈകിട്ട് ഞാൻ വൈകിയേ വരൂ എന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? അന്ന് തന്നെ അളന്നില്ലെങ്കിൽ ആ 30 സെന്റ് ഓടിപ്പോകില്ല, അതുകൊണ്ട് പിന്നെ അളന്നുകൂടെ എന്ന്. കെ മോഹനകൃഷ്ണൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്നുള്ളത് കൊണ്ട് നീ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല. പക്ഷേ അന്ന് തന്നെ രാമചന്ദ്രൻ സാറിനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ? ജോലിയും വാക്കുമാണ് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് സാറ് പിന്നീടൊരിക്കൽ വന്നുകൊള്ളാം എന്ന്. ഇന്ന് രാവിലെ സാർ വിളിച്ച് വേഗം കാര്യം പറഞ്ഞു, ഞാനിവിടെ കാണും എന്ന്. പക്ഷേ കഴിഞ്ഞ 3-4 ദിവസമായി നീ എന്നോട് മുഖമെറിവിച്ച് നടക്കുന്ന കാര്യം എനിക്ക് നന്നായി ഓർമ്മയുള്ളത് കൊണ്ട് നിന്റെ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാൻ ഒരു ചെറിയ നാടകം കളിച്ചു. അത്രേ ഉണ്ടായുള്ളൂ. എന്നാലും മോനോട്ടന് പറയായിരുന്നു വരുന്നത് രാമേന്ദ്ര സാറാന്ന്.
വരുന്നത് തഹസീൽദാരാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ നീ എന്നോട് വാച്ച് തീർക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നെ കൊണ്ട് എന്തൊക്കെ സത്യങ്ങൾ ജയിച്ചു? വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോണം, 1000 രൂപയുടെ സമ്മാനം വാങ്ങണം എന്നൊക്കെ നീ എന്നെ കൊണ്ട് സത്യം ജയിച്ചില്ലേ? ആമേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോകുന്ന കാര്യം നീ എന്നോട് പറഞ്ഞപ്പോ ഞാൻ സമ്മതിക്കാതിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ കഴിക്കാനൊന്നും ഉണ്ടാക്കൂലായിരുന്നു. അങ്ങനെ കഴിക്കാനൊന്നും ഉണ്ടാക്കാതിരുന്നിട്ടാണ് രാമേന്ദ്ര സാർ ഇപ്പൊ ഇവിടെ വന്നെങ്കിലോ? ഞാൻ നാണം കിട്ടു പോയേനെ. അങ്ങനെ നീ നാണം കിട്ടു പോകാതിരിക്കാനാണ് വിദ്യാലക്ഷ്മിയുടെ വീട്ടിൽ പോകാമെന്നും 1000 രൂപയുടെ, എത്ര രൂപയുടെ? 1000 രൂപയുടെ. 1000 രൂപയുടെ സമ്മാനം വാങ്ങാമെന്നും ഞാൻ സമ്മതിച്ചത്. എന്നാൽ ഇത് കുറച്ച് കടുത്തു പോയി മോനോട്ടാ. വരുന്ന തമസ്സാരാണെന്ന് കരുതി ഞാൻ വക്കീൽ ഓഫീസിൽ പോയിരുന്നെങ്കിലോ? നിന്നെ ഞാൻ വിടില്ലായിരുന്നു. ഉത്തമൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരുമ്പോ ഞാൻ ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു. എല്ലാം ഞാൻ കേട്ടു. ഉത്തമനെ വെച്ചിട്ടുണ്ട്. അയ്യോ പാവം, ഉത്തമനൊരു പാവല്ലേ, ഒന്നും ചെയ്യണ്ട. അതുപോലെ എന്റെ അഭിനയം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. സത്യം പറഞ്ഞ വില്യാപസിലെ പണി കളഞ്ഞ് മോഹനയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ ആവും. സൂപ്പർ സ്റ്റാർ. എന്താ സംശയം? പിന്നെ എന്റെ മോഹനയുടെ സിനിമയിൽ അഭിനയിക്കാതെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ. ഒരു ഭയങ്കര സൂപ്പർ സ്റ്റാർ. ഓ, അത്ര കണ്ട ഭയങ്കര സൂപ്പർ സ്റ്റാർ. മോഹനകൃഷ്ണൻ ഒരു നല്ല നടനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാൻ വഴിയില്ല. എങ്കിലും കക്ഷി ഇങ്ങനൊരു നാടകം കളിച്ചു കളയുമെന്ന് സ്വപ്നേതി ചിന്തിക്കാത്ത വക്കീലാണ് ഇത്തവണ കുഴിയിലായത്. ഇവരുടെ വാശികളും വഴക്കുകളും ഇത്രയൊക്കെ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.